ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഉമ്മാൻ്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ മാമനൊരു ആഗ്രഹം പറഞ്ഞു, ഉന്നക്കായ കഴിക്കണമെന്ന്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ് എൻ്റേതായ ശൈലിയിൽ. നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാകും, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ ഒരു 5 പഴം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഉന്നക്കായക്ക് പഴം വേവിക്കുമ്പോൾ വെള്ളത്തിൽ വേവിക്കരുത്, ഇതുപോലെ ആവിയിൽ വേണം വേവിക്കാൻ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ ആ കറുപ്പൊന്ന് കളയാം. ഇതുപോലെ മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതൊന്നും നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഒന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരവിയത്, 4 ടീസ്പൂൺ പഞ്ചസാരയിൽ 4 ഏലക്കയിട്ട് പൊടിച്ചെടുത്തത്, അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തത്, മുന്തിരിയും, 4 ടീസ്പൂൺ നെയ്യ്. പാൻ അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാര ഒരുമിച്ച് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂട് ആറാൻ വെക്കാം. ഇനി കുഴച്ച് വെച്ച പഴത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് പരത്തിയെടുത്ത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചൂടാവാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. മുഴുവനായും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്.